ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഇപ്പോൾ PUBG ലൈറ്റ് നിലവിൽ ബാൻ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ആർക്കും ഇപ്പോൾ PUBG മൊബൈൽ ലൈറ്റ് കളിക്കാനോ അതിലേക്ക് എൻ്റർ ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല, പല കൂട്ടുകാർക്കും. പക്ഷേ എന്നാലും ഒരുപാട് കൂട്ടുകാർക്ക് ഇപ്പോഴും അതിലേക്ക് എൻ്റർ ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കും ഈ PUBG ലൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്കും അതിലേക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരു നോർമൽ PUBG ലൈറ്റ് പ്ലെയറിനല്ല ഈ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഇന്ത്യയിൽ ബാൻ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ വീണ്ടും കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശം ഏർപ്പാടാണ്. ആരും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഈ ആഡ്സ് കണ്ടതിന് ശേഷം 250 BC ഉണ്ടാക്കി. അപ്പോൾ ആദ്യമായി ഈ സീസണിൽ ഒന്ന് വിന്നർ പാസ് പർച്ചേസ് ചെയ്ത് നോക്കുമ്പോൾ PUBG ലൈറ്റ് ഇന്ത്യയിൽ ബാനായിപ്പോയി. അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത സീസണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് കാണേണ്ട അവസ്ഥ ഉണ്ടാവും ഈ സീസൺ വിന്നർ പാസ് വാങ്ങിയവർക്ക്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് PUBG ലൈറ്റിൽ കയറി കളിക്കാനായിട്ട് ശ്രമിക്കാം. അല്ലാത്തവരാരും PUBG ലൈറ്റ് കളിക്കാനോ അത് ഓപ്പൺ ചെയ്യാനോ പാടില്ല. കാരണം ഇന്ത്യയിൽ ബാൻ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഇന്ത്യയിൽ ബാൻ ചെയ്ത ആപ്പ് പിന്നീട് തുറക്കുന്നത് മൂലം ബാൻ കിട്ടുമെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ ട്രിക്കിലൂടെ ഏതായാലും ബാൻ കിട്ടത്തില്ല. പക്ഷേ PUBG ലൈറ്റ് ഇന്ത്യയിൽ ബാൻ ചെയ്തതിന് ശേഷം കളിച്ചാൽ ബാൻ കിട്ടുമെന്നൊന്നും കാര്യമായിട്ട് എനിക്കറിയത്തില്ല. ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ് ബാൻ കിട്ടത്തില്ല എന്നുള്ളത്. കാരണം നമ്മൾ യാതൊരുവിധ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ VPNോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം എനിക്ക് PUBG ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്, ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് PUBG ലൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രൂഫ് കാണിച്ചു തരാം. വളരെ ഫാസ്റ്റായിട്ടാണ് ഞാനിത് ഇടുന്നത്. വളരെ ഫാസ്റ്റായിട്ടെന്ന് പറഞ്ഞാൽ വളരെ 8x സ്പീഡിലാണ് ഈ ഒരു PUBG ലൈറ്റിൻ്റെ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. നിങ്ങൾ ആരും ഇത് ഫേക്കാണെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് സാധാരണ PUBG ലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 50 MB ഒരു ആപ്ലിക്കേഷനും ഒരു 400 സംതിങ് MB ഒരു ഫയലുമാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ ഒരു PUBG ലൈറ്റ് എന്ന് പറയുന്നത് വെറും ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഫയൽസിൽ ആൻഡ്രോയിഡ് OBB പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫയൽ കാണാനായിട്ട് സാധിക്കത്തില്ല. ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 500 സംതിങ്ങോ, പല മൊബൈലിൽ പല സൈസാണ് കാണിക്കുന്നത്. എൻ്റെ മൊബൈലിൽ ഒരു 500 സംതിങ് ആണ് കാണിക്കുന്നത്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു 670 അത്ര സംതിങ് MB ആണ് കാണിക്കുന്നത്. അപ്പോൾ പല ഡിവൈസിലും പല സൈസിലായിരിക്കും. എന്നോട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് അവർക്ക് 700 MB ആണ് ഡൗൺലോഡ് ചെയ്യാനുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മൊബൈലിലോട്ട് ഇതേ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവനും കളിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം അവന് കളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, അപ്പോൾ അവനും കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞങ്ങളാരും ഇപ്പോൾ PUBG ലൈറ്റ് കളിക്കുന്നില്ല. കാരണം ഈ ഒരു ബാൻ മൂലമാണ് ഞങ്ങളിപ്പോൾ കളിക്കാത്തത്. അപ്പോൾ ആരും കളിക്കാതിരിക്കുക. ഇനിയിപ്പോൾ കളിക്കാൻ താല്പര്യമുള്ള PUBG മൊബൈലിൻ്റെ KR വേർഷൻ കയറ്റി കളിക്കുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ ക്രോമിൽ കയറിയിട്ട് ടാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ടാപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും തുറന്നു വരിക. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷൻ, ഈ നമ്മുടെ ഫോണിന് ചുവടെ ആൻഡ്രോയിഡ് എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ വരും. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും. ഇതിൽ നിന്ന് നമ്മൾ നേരെ മുകളിൽ സെർച്ച് ബട്ടൺ നോക്കിയിട്ട് PUBG മൊബൈൽ ലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. PUBG ലൈറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ടില്ല നമുക്ക് കിട്ടത്തില്ല. PUBG മൊബൈൽ ലൈറ്റ് എന്ന് ഫുള്ളായിട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് PUBG മൊബൈൽ ലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് വെച്ചത് കൊണ്ടാണ് എനിക്ക് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ എന്നായിരിക്കും. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മറ്റേ ഇൻസ്റ്റാളേഷൻ പാക്കേജ് ആയിരിക്കും നമുക്ക് തുറന്നു വരിക. നമ്മൾ നേരെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ആ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാക്കേജ് മിസ്സായി എന്നുണ്ടെങ്കിൽ വീണ്ടും ടാപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വീണ്ടും ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ PUBG മൊബൈലിലായിട്ട് കയറാനും കളിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് മുതൽ ലൈവ് വരാൻ സാധ്യതയുണ്ട്. ലൈവ് നമ്മുടെ ചാനലിൽ ഈ ഒരു ഗെയിം ഗെറ്റിംഗ് ഓവർ ഇറ്റ് എന്നുള്ള ഈ ഒരു ഗെയിം നമ്മൾ ലൈവ് വരാനായിട്ട് സാധ്യതയുണ്ട്. നല്ലൊരു അടിപൊളി ഗെയിം തന്നെയാണിത്. നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈവിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലൈവൊക്കെ ഒന്ന് ഉഷാറാക്കാനും നമ്മുടെ ചാനലൊന്ന് പെട്ടെന്ന് ഗ്രോ ചെയ്യാനും സഹായിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.